മദ്യം ഒഴിച്ചേരുന്നതും ഫിറ്റാകുന്ന ഞാൻ ആദ്യം കാണുക, അതോ ഞാൻ അറിയാതെ നീ ഓടിച്ചോ? കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ടി ലൂട്ടി സമയത്ത് അടിക്കാറില്ല, അഥവാ അടിച്ചാലൊട്ട് ഫിറ്റ് ആവത്തുമില്ല. ഇന്നാ ഇതും കൂടി പിടി. അനന്തരവള പെണ്ണ് ഗർഭിണിയായതിന്റെ സന്തോഷം ഈ തിരുമുഖത്ത് കാണാനുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഈ കൊച്ചുണ്ണി ഒരു കൊച്ചടിച്ചോട്ടാ, ഒരു സ്മൈൽ. ഈ രാജാവ് പ്രജാവത്സലനാടാ, നീ അടിച്ചോ. പക്ഷെ അതെന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല, എന്റെ സങ്കടം തീർക്കാൻ. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ അധ്വാനമൊക്കെ കാറ്റിപ്പറത്തി ചുരുങ്ങിയ സമയം കൊണ്ടൊരു തെണ്ടിച്ചെറുക്കൻ കൊട്ടാരത്തിൽ കയറി ഗോൾ അടിച്ചില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുമോ? തമ്പുരാൻ വിഷമിക്കണ്ട, അങ്ങയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്ക് ആ തെണ്ടിച്ചെറുക്കനെ കൊണ്ട് നല്ല ഗോൾ അടിപ്പിക്കാം. ശിവ ശിവ, അയ്യോ ദേ വരുന്നത് കണ്ട കൊട്ടാരം മുഴുവൻ നാറ്റിക്കും. എല്ലാവരും നീ മുങ്ങിക്കോ. എന്താ കൊട്ടാരത്തിൽ കുഞ്ഞു പിറക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോഴേ ദുഷ്ടമൂർത്തികൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണു. ഗർഭാരംഭത്തിൽ തന്നെ അശ്വതി മോടെ വയറ്റി കിടന്ന് കുഞ്ഞ് പരാക്രമങ്ങൾ കാട്ടുന്നു. നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികൾ താമസിക്കുന്ന സ്ഥലമല്ലേ? അതെയോ? എന്തായാലും ഇന്ന് തന്നെ സർപ്പക്കാവിൽ ഒരു സർപ്പം തുള്ളൽ നടത്തണം. എന്തിനാ സർപ്പം തുള്ളലാക്കുന്നത്? ഒരു സോമയാഗം തന്നെ നടത്താം. അക്കൂസി പോകുന്നതിന് ഒരു ഹോമം നടത്തുന്ന വിവരദോഷികൾ. സർപ്പങ്ങളാണോടാ പേരെടുക്കുന്നത്? സർപ്പത്തെ തൊട്ടുള്ള കളി വേണ്ട, ജീവനുള്ള ദൈവങ്ങളാ. ഏട്ടാ ഇപ്പൊ ഏട്ടത്തിയുടെ ചെവി കൊണ്ട് കേട്ടതാ കുഞ്ഞിന്റെ കരച്ചില്. കേട്ടോ കുഞ്ഞിന്റെ കരച്ചില് കേട്ടോ? എന്റെ പരദൈവങ്ങളെ, ഭദ്രകാളി അമ്മേ, അറുകൊല വല്യച്ഛ, ചെറിയച്ഛ, നാഗരാജാവേ, നാഗയക്ഷി കാത്തുകൊള്ളണേ. നാഗയക്ഷി കാറ്റുകൊള്ളണേ. നീ അത് TV ഓൺ ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്നായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കിയേ, ഈ പട്ടിയെ കണ്ട ഒരു അശുഭ ലക്ഷണമില്ലേ? സംശയമുണ്ടോ? ഇനി പട്ടിയുടെ വയറ്റിൽ നിന്നാണോ കുഞ്ഞിന്റെ കരച്ചില്? ആത്മാവ് തന്നെയാണ് നീ. പരിഹാരമായി നീ വേഗം പോയി സർപ്പം പാട്ട് നടത്താൻ നോക്ക്. നിർത്തണോ? കൊട്ടാരത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചാ പിന്നെ എങ്ങനെയാ ദൈവകോപം ഉണ്ടാകാതിരിക്കുക? കോപിക്കും, ഇനിയും കോപിക്കും. ഈ കൊട്ടാരം നശിപ്പിച്ചിട്ടേ ഈശ്വരൻ അടങ്ങൂ. അതേ വന്നു മൂത്ത് നരച്ച അന്ധവിശ്വാസി. നീ നിരീശ്വരവാദം കൊണ്ട് നടന്നോ? പണ്ട് സരസ്വതിക്ക് നിന്റെ അനുജൻ മഹേന്ദ്രനെ വയറ്റിലുണ്ടായിരുന്നപ്പോഴും 2-ാം മാസം അനക്കണ്ടായതാ. ഇനി അവനെ മുത്തശ്ശി അനക്കണ്ട, അവൻ കുവൈറ്റ് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഈ കുട്ടിയുടെ ജന്മവും മഹേന്ദ്രന്റെ ജന്മവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്തു പറ്റി? എന്താ മഹി? നാളെ സർപ്പക്കാവിൽ പോണം. സർപ്പങ്ങൾക്ക് തിരിവെക്കണം. എന്തേ പറയുന്നത്? ഈ കുവൈറ്റിൽ എവിടെ സർപ്പക്കാവ്? എന്തു പറ്റി മഹി? ദുസ്വപ്നം വല്ലതും കണ്ടോ? സർപ്പക്കാവിൽ പോയി തൊഴണമെന്ന് തോന്നിയെങ്കിൽ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം. വേണ്ട, കൊട്ടാരത്തിലേക്ക് പോണ്ട. വേണ്ട. കൃഷ്ണ, ഗുരുവായൂരപ്പ. സർവ്വ അമ്പലങ്ങളും തന്നെങ്കി കൊട്ടാരത്തിലെ കാശം മുടിച്ചു വരുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയും ഭാര്യയെ. ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ മോൾക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയിട്ട് വരികയല്ലേ അവര്. വഴിപാട് കഴിച്ചില്ലേ അവള് 12-ാം മാസത്തിലെ പുറത്തുള്ളായിരിക്കും. ഒരു വഴിപാട്. പ്രസവത്തിനും കുഞ്ഞുണ്ടാവാനും ഒക്കെ വെടി വഴിപാട് തന്നെയാ കഴിക്കേണ്ടത്. മാറ
ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ടു തൊഴുതു. അമ്മമാരെയും വിട്ടില്ല. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ആറ്റുകാലമ്മ തുടങ്ങി സർവ്വ അമ്മമാരെയും പ്രാർത്ഥിച്ചു. മണ്ണാർശാലയിലെ അമ്മയ്ക്ക് ഉരുളിയും കമിഴ്ത്തി. 2 ഉരുളി. കുറഞ്ഞു പോയല്ലോ. നീ ഉരുളി കമിഴ്ത്തി നമ്മുടെ കൊട്ടാരവും ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശുപത്രിയും ഒടുവിൽ ഉരുളി കച്ചവടക്കാരുടെ കയ്യിലിരിക്കും. ഞാൻ ഈ പ്രസാദം മോക്കൊണ്ടേ കൊടുത്തിട്ട് ഏയ്, വരാം. വേണ്ട, വേണ്ട. അവളെ ലേബർ റൂമിൽ കയറ്റി. ഇനി ആരും അങ്ങോട്ട് കയറ്റില്ല. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസാദം കൊണ്ട് ഏ? ദേ ചോറ്റാനിക്കരയിലെ പ്രസാദം അങ്ങോട്ട് കഴിക്കുക. സുഖപ്രസവമായിരിക്കും. അതിന് പ്രസവിക്കേണ്ടത് അശ്വതിയല്ലേ? അശ്വതിക്ക് വേണ്ടി അവളുടെ ഭർത്താവ് കഴിച്ചാലും മതിന്നേ. എന്റെ ശകുന്തളെ, അകത്ത് അശ്വതി മോൾക്ക് പെയിൻ വരണേ ഇല്ല. ഇവിടെ ഒരാൾക്ക് പെയിൻ വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്തായാലും ഭാഗ്യവാനാ. അതെ, അതെ. ഇത്ര കൊച്ചിലൊരു അച്ഛനാകാൻ കഴിഞ്ഞല്ലോ. ഇന്നാ മോനെ, ഇവിടെ ചിലർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടും. ദേ മോനെ, പായസം കുടിച്ചു. ഇവളുമാരെന്തിനാ അമ്മന്റെ കഴുത്തിന് ഊതി പിടിക്കുന്നത്? ഏയ്, പായസം കുടിപ്പിക്കുക. പായസ കാത്തിരുന്ന് കൊട്ടാരത്തിനൊരു കുഞ്ഞിക്കാല് സമ്മാനിച്ചവനല്ലേ അവൻ. അമ്മായിമാര് മത്സരിച്ച് സ്നേഹിക്കുക. ആ എന്നാൽ ഇനി നിങ്ങൾ സൂക്ഷിക്കണം. ആണത്തോണ്ടെന്ന് തെളിയിച്ചവനാ വിനോദ്. ഏ? അമ്മേ, ഒന്നും പേടിക്കണ്ട. കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും പെയിൻ വരുന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാം. അപ്പം മോള് വേദന അറിയത്തേയില്ല. ഡോക്ടർ രാജൻ എത്തിയില്ലേ? ഇല്ല മാഡം. എന്താ മോളെ? എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. എന്താ? പറഞ്ഞോളൂ. ഇവരോടൊക്കെ ഒന്ന് വെളിയിൽ പോകാൻ പറയോ അമ്മേ? അമ്മയോട് മാത്രമായിട്ട് പറയാനുള്ളതാ. ഡോക്ടർ, നിങ്ങൾ കുറച്ചേരം വെളിയിൽ നിൽക്കുമോ? ശരി. അശ്വതി മോളെ, ചേച്ചി 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 പറയൂ ചേച്ചി. എന്താ ചേച്ചി? ചേച്ചി അച്ഛൻ എന്ത് ചെയ്യാ ഇവിടെ? അച്ഛൻ അമ്മയോട് വർത്താനം പറയാ. ദേ അമ്മ ചിരിക്കുന്നുണ്ടല്ലേ? എന്റെ പഞ്ചാര അമ്മ. അച്ഛനല്ലേ ഉമ്മ? ഉമ്മ. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. ഞാൻ കൂടെ വരുന്നച്ചാ. അയ്യോ, മോൾ അവിടെ വന്ന അച്ഛന് മോളെ നോക്കാൻ സമയം കിട്ടത്തില്ല. അമ്മൂടെ ബോറടിക്കും. അച്ഛൻ വൈകിട്ട് നേരത്തെ വരാം, എന്നിട്ട് ഒരുമിച്ച് കളിക്കാം. അമ്മൂട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അച്ഛൻ വന്നിരിക്കും. ഇപ്പൊ നമുക്ക് അമ്മൂമ്മ ഒന്ന് കാണാം. അമ്മൂമ്മ എന്താ നടക്കാത്ത അച്ഛാ? അമ്മുമ്മയ്ക്ക് നടക്കാനും മിണ്ടാനും ഒന്നും കഴിയില്ല. അസുഖം ഭേദമാകുമ്പോ
അമ്മുമ്മ നടക്കും. ഉം? അമ്മുമ്മേ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവുന്ന ഡോക്ടർ പറയുന്നത്. അമ്മുമ്മയ്ക്ക് അച്ഛൻ മരുന്ന് മേടിച്ചു തരും. എന്താ ഹോസ്പിറ്റലിലെ കാര്യമാണോ? അവിടെ എല്ലാം നന്നായി പോകുന്നുണ്ട്. എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങട്ടെ. വളരും തോറും മോളുടെ ശാഠ്യവും കൂടി വരുന്നുണ്ട്. അമ്മുവിന്റെ കാര്യം നോക്കാൻ ഒരു പെൺകുട്ടി വേണമെന്ന് ഞാൻ വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് പറഞ്ഞിരുന്നു. ആ കുട്ടി ചിലപ്പോൾ നാളെ വന്നേക്കും. നീ എന്താ ഈ പറയണേ? മോളെ നോക്കാൻ പുറത്തുനിന്ന് എന്തിനാ വേറെ ആള്? ഇവിടെ എനിക്കും ഒക്കെ വേറെന്താ പണി? അതെ, കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾക്കും ആശയില്ലേ? അതെ. അവളെ ഞങ്ങള് താഴത്തും തറയിലും വെക്കാതെ പൊന്നു പോലെ നോക്കിക്കോളാം, അല്ലേ മോളെ? അമ്മൂട്ടി അമ്മൂട്ടി അമ്മൂട്ടിന്ന് വിളിച്ച് സൗര്യം തരൂല ഈ അമ്മായിമാര്. അമ്പടി മിടുക്കി. ഇവളെ ഇങ്ങത്താ, എന്നിട്ട് മനസ്സമാനത്തോടെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ടാറ്റാ. ടാറ്റാ. ഉം.